അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിൽ ജുംല ഡിസ്ട്രിക്റ്റിലാണ്ടാ. ഇതല്ലേ രാവിലത്തെ കാഴ്ചയാണ് ഫുള്ള്. ഇന്നലെ പെയ്ത മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. ബ്രോ ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഉള്ള ഹോട്ടലാണിത്. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇന്നലെ പുള്ളി വന്നിട്ടാ. ഇന്നിപ്പോൾ വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും തണുപ്പുണ്ട് നല്ലോണം. നമ്മളിനിയിപ്പോൾ റാറ പോകാനുള്ള പ്ലാനിൽ ഇരിക്കണേണ്. അപ്പോൾ റാറ പോകാൻ പറ്റുമോയെന്നൊരു ഐഡിയ ഇല്ല, കാരണം റോഡ് കണ്ടില്ല എങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും, ചിലപ്പോൾ നമ്മൾ മുന്നേറും. എന്താണ് റാറ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്കണേണ്ട. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നല്ല രീതിയിൽ നെഗറ്റീവായി തുടങ്ങിയേട്ടാ. കാരണം ഇങ്ങനെ പോവും, കാരണം ഞാൻ അവിടെ പെട്ടു പോകാമെന്നൊരു എനിക്ക് ഒരു ഇതില്ലാട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്നോഫാളൊന്നും കാണിക്കല്ല നോക്കിയിട്ട്. അപ്പോൾ അതേ വെയിൽ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആളെന്നോട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഏകദേശം 10 മണി. എന്നാലും ഇല്ല, മലയിലൊക്കെ വെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങാ പോകുമ്പോഴൊക്കെ വെയിൽ വന്നിട്ടുണ്ട്. ഡാമ്പ് സൈക്കിൾ ഓട്ടാൻ പറ്റിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് തന്നെ പോകേണ്ടി വരും. മൃഗം എങ്ങനെ പയറേറി ഉണ്ടാക്കണേട്ടാ. ചൂടുള്ളതുകൊണ്ട് മിക്സ് ചെയ്യണം. കാരണം ഇത് ഇന്നലെ നമ്മൾ കഴിച്ചതാണ്ട, കാരണം ഫ്രീസായിപ്പോയി. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് സെറ്റാക്കണേണ്ട. അപ്പോൾ എന്തായാലും ഇത് റെഡിയായി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെയായിട്ട് നമ്മൾ വന്നൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. ചെറുതല്ല, കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുപോകല, കാരണം നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വെയിൽ കണ്ടിട്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ, സെറ്റായിട്ട്. നല്ല തണുപ്പുണ്ട് ഇപ്പം. ഇന്നിവിടെ സ്നോഫാൾ ഉണ്ടെന്നാന്ന് കേട്ട്. ഇത് 2ാമത്തെ ദിവസം തൊട്ട്. ഞാൻ ഇന്ന് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ ചിലപ്പോൾ ഇതെങ്ങനെ വീഡിയോ എന്നൊരു ഐഡിയ ഇല്ല. സംസാരിക്കാൻ പറ്റില്ല, തളർത്തിട്ട് വായൊക്കെ ഫ്രീസായിട്ട് ഇരിക്കണേട്ടാ. കണ്ട് ചെറിയൊരു ഇത് തന്നെയാണല്ലേ. ഇതൊക്കെ മഞ്ഞ് പെയ്യാനുണ്ടാ. ഇന്ന് എല്ലാവരും പറഞ്ഞു ഇന്ന് സ്നോ ഉള്ള ദിവസം സ്നോ പെയ്യുമെന്ന്. പിന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് നെറ്റിട്ടേട്ടാ. അപ്പോൾ നോക്കിയപ്പോഴും സ്നോയുടെ ഇത് കാണിച്ചിട്ടുണ്ട്. സംസാരിക്കാനുണ്ടോ ഭയങ്കര ഇതായിട്ട് തണുത്ത് ഫ്രീസായി. വെള്ളം കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അവസ്ഥയ്ക്ക് വെള്ളം ഇവിടെ ലീക്കാണ്. ഇവിടെ നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നിട്ട് ഇത്ര നേരം നോക്കിയ സ്നോഫാൾ കണ്ട ഫുള്ള് സ്നോ ആണ് റോഡ് നിറച്ചും. ഇടയ്ക്ക് ഈ ഗോപ്രോക്ക് ഇടയ്ക്ക് ചാർജ് മര്യാദയ്ക്ക് ഇരിക്കണമെന്നല്ല, ഈ ഒരു മൈനസിൽ വർക്കാണല്ലോ കേട്ടോ. അതാണ് ഇടയ്ക്ക് കട്ടായി പോകണേട്ടാ. തണുത്തിട്ട് ഞാൻ ഇവിടെ കയറിയിരിക്കണേട്ടാ. എൻ്റെ സൈക്കിളിൽ ഇതിന് ഫുള്ള് ഇതായിട്ടാ സ്നോ ആയി. പക്ഷെ എൻ്റെ പൊന്നോ നല്ല തണുപ്പട്ടാ. അപാര തണുപ്പത്തറ അപാര തണുപ്പാണ്. ഞാൻ കയ്യും മുഖമൊക്കെ ആകെ പൊട്ടിപ്പോയി. ഹായ്, അത് കൊച്ചി പെണ്ണട്ടാ. എനിക്ക് 2 പ്ലാനിലിരിക്കണം. ഇനി 1ാമത്തെ കേസ് പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവുമെന്ന് അറിയില്ല. നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങാതെ പോകേണ്ട റാറ തിരിച്ച് പോകേണ്ട റൂട്ടാണ് അത്. എന്തായാലും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഒരു ഇതുണ്ട്, ചെറിയൊരു ഹോട്ടലുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിന്നിട്ട് വില അങ്ങാട് ഇനി ഇത് കഴിഞ്ഞിട്ട് 18-20 കിലോമീറ്ററാണ് കേട്ടോ അടുത്ത വില്ലേജ് ഉള്ളൂ. അതും ഫോറസ്റ്റ് ആണ്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒന്ന് കുറച്ച് നേരം കൂടെ വെയിറ്റ് ആയപ്പോഴത്തേക്ക് 1 മണിയായി കേട്ടോ. ഉച്ചക്ക് 1 മണിയായി. ആ ടൈമിലാണ് ഈ കാണണം. സൂര്യൻ അവിടെ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ട്. അപ്പോൾ ആള് പോയി മറഞ്ഞിരിക്കണേട്ടോ. ആ മലയെ കണ്ടില്ലേ. നമ്മളെ ഇപ്പോൾ വന്ന വഴിക്ക് നല്ല സ്നോയാണ്ടാ. ഞാൻ തിരിച്ച് പോകാനില്ലാന്ന് വിചാരിച്ചാൽ, കാരണം റോഡ് ഭയങ്കര ബ്ലോക്കായി പോകും. കാരണം നമ്മൾ ഇനി റാറ പോയി കഴിഞ്ഞാൽ സ്റ്റെക്കായി പോകട്ടോ. അപ്പോൾ ഇവിടെ വന്ന വഴിക്ക് അടുത്തൊരു കട കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കണ്ടില്ലേ സ്നോ വീണണ്ടിരിക്കണേട്ടാ. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമല്ലാന്ന് വെച്ചാൽ അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞ്. കണ്ടില്ലേ പട്ടിക്കുട്ടനെ കണ്ടില്ലേ. അത് ഇറച്ചി കഴിച്ചിട്ടിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തതിന് വന്ന് കടിക്കും കേട്ടോ. അകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഗോപുരം ഇടയ്ക്കിടയ്ക്ക് പണിയായി പോകുന്നുണ്ട്. അപ്പോൾ ഹലോ ഹായ്. നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നു. വന്ന വഴിക്ക് ഇവിടെ ഒരു സ്പോട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചിരുന്നു നേരത്തെ. ആ ടൈമിൽ എൻ്റെ ക്യാമറയുടെ ചാർജ് തീർന്നു കേട്ടോ. അതായത് ഈ ഒരു തണുപ്പ് മൈനസിൽ നമുക്ക് ഗോപുരമൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ട്. ഹായ് भैया. हेलो, आपका नाम क्या है? सुरेश भंडारी. सुरेश भंडारी. आप किधर का है? हम इधर ही जुमले का. अच्छा. हाय, आपका नाम क्या है? My name is Khoghendra Bhandari. I am from
जुमला अब ഇവിടെ നമ്മള് ये क्या है आलू आलू इधर स्पेशल इधर का ഇത് ലോക്കൽ ആലു അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാട്ട അതിങ്ങനെ ഇതാക്കിയിട്ട് ഫ്രൈ ചെയ്യണ ഒരു ഇതാട്ടാ. അതായത് ഈ ഒരു ഇതിൽ വെച്ചിട്ട് ചെയ്യും. അത് ഇവർ മെയിനായിട്ട് കഴിക്കണ ഇതാട്ടാ. നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ ഇന്ന് ഇവിടെയാണ് ഇവരുടെ പോകുന്ന താമസവും കാര്യങ്ങളും. കാരണം ഇന്നിപ്പോൾ സ്നോഫാൾ ഉണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ സ്നോ ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് റാറയിലേക്ക് പോകാൻ പറ്റൂല. നാളെയും കൂടെ കാലാവസ്ഥ നോക്കും. ഓക്കെ ആണെങ്കിൽ നമ്മൾ റാറ പോവും, അല്ലെങ്കിൽ നാളെ നമ്മൾ തിരിക്കോട്ടെ. പക്ഷേ ഇവിടുന്ന് പോകാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും മാക്സിമം നോക്കാം. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇന്ന് കൊണ്ടുപോകണ്ട. ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. ഇപ്പോഴത്തെ കാലാവസ്ഥ ഏകദേശം -5 വേണ്ട. -5 ചൂട് ചോറ്, പിന്നെ പയറുകറി, സബ്ജി, പപ്പടം. കുറച്ച് പേരുണ്ട്. ഹായ് ബ്രോ, സെറ്റ്. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. നല്ല തണുപ്പുണ്ട് പുറത്ത്. -5 ആണ്. അപ്പോൾ -5 നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ സ്നോഫാൾ ഏകദേശം സ്റ്റോപ്പായിട്ടാ. ഇനിയിപ്പോൾ ആ സ്നോഫാൾ കാണിക്കണല്ല. നാളെയും കാലാവസ്ഥ കുഴപ്പമില്ലാത്ത കാണിക്കണം. പറ്റുമെങ്കിൽ നാളെ റാറവും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തന്നെ കുറച്ച് വീടും ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ആ ഒരു മലയിലൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നല്ല തണുപ്പുണ്ട്. എങ്ങനെയാലും ട്രൈ ചെയ്ത് നോക്കാട്ടെ. പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊന്ന് പാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണേണ്. നോക്കട്ടെ. എന്നിട്ട് ഇവിടുന്ന് ഒരു കിച്ചൺ. ഇപ്പോൾ ആൾ ഭക്ഷണം ഉണ്ടാക്കണേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചിക്കനൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നതാ. ചിക്കൻ കണ്ടില്ലേ? ചിക്കൻ ഇങ്ങനെ ഉണക്കിയിട്ട് ഇതാക്കിയതാണ്ട്. ചിക്കൻ മാത്രമല്ല വേറെ മീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. മട്ടൻ, പിന്നെ വേറെ എന്തോ ഒരു മീറ്റ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഭക്ഷണം റെഡിയായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കേട്ടോ. കണ്ടില്ലേ? ഇന്നത്തെ പോലത്തെ ഫുഡാണ്. അതേപോലെ ഉണ്ട് കേട്ടോ രണ്ടുപേരും. ഹായ്. അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം. എൻ്റെ കണ്ണോട് ഓടിച്ചു. അത് കാരണം ഇവിടെ റിഫ്ലക്ഷൻ അടിക്കണോണ്ടേ കണ്ണ് വരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടാ. ബ്രോ ഓക്കെ, സി യു. ഓക്കെ ഓക്കെ, സി യു. ഓക്കെ എനിവേ, സി യു. We will meet again. हम भी कभी आपका कंट्री आएंगे. आप आओ, उनके लिए आप आओ श्योर आओ. मेरा कॉन्टैक्ट लिखो. कब होगा अपडेट वीडियो आई थिंक अराउंड 5-6 दिन. नेटवर्क है ना. आज मैं एक 10 दिन का एक वीडियो अपलोड किया था पहले. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. എനിക്ക് ഇത് നോക്കിയേ. പിന്നെ ഇന്നലെ നമ്മൾ വന്ന റൂട്ടാട്ടോ. മഞ്ഞൊക്കെ പോയി വെയിൽ വന്നുകൊണ്ടാ. ശരിക്കും ഞാൻ ഇന്നലെ തിരിക്കാൻ വേണ്ടി എന്ന് വെച്ച് തന്നിട്ടാ. അപ്പോൾ അവരോട് ഞാൻ ജസ്റ്റ് ചോദിച്ച് ഞാനൊന്ന് ഇവിടെ തങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മടിയും കൂടാണ്ട് കയറുവാന്ന് എന്നോട് പറഞ്ഞ. അപ്പോൾ അന്നത്തെ ഞാൻ നേരെ പോയി ചൂടിൻ്റെ അടുത്ത് നിന്ന് ഫ്രീസായിട്ട് ഇങ്ങനെ ഉണ്ടെന്നില്ല. അപ്പോൾ അവർ ഭക്ഷണവും തന്ന്, ഇന്നലെയും തന്ന്, ഇന്ന് രാവിലെയും തന്ന്. ഭയങ്കര സന്തോഷം വന്നിട്ടാ. കാരണം എത്ര പറഞ്ഞാലും അവരുള്ള ആ ഒരു നന്ദി മറക്കൂല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബുൽബുല എന്നാണ്. അതായത് ജുംല ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ റാറ പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് നിങ്ങൾ തനിക്ക് തന്നെ ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ അവർ. ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്തേട്ടാ. അത് ഭയങ്കര ഇതാണ്. കാരണം ഞാൻ ഇന്നലെ ശരിക്കും തിരിച്ച് പോകേണ്ടത് ഞാനാണ് ഈ ഒരു സ്നോഫാൾ കാരണം. കാരണം നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കാവോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും നന്ദി തീരൂല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. നേരെ പോകണേട്ടെ. ഇപ്പോൾ മഞ്ഞ കുരുകുരി തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് റാറ പോവാട്ടാ. ഇപ്പോൾ കണ്ടില്ലേ നല്ല വെയിലുണ്ട്. എനിക്ക് കണ്ടുറക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ടേ നമ്മുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഫെവിക്വിക്കൊക്കെ വെച്ച് ഒട്ടിക്കാൻ നോക്കി. രക്ഷയില്ല മക്കളെ. അല്ലേ എങ്ങനെയാണ് റാറ എത്തണം. അതിന് റാറ കണ്ടിട്ട് എൻ്റെ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാറയിൽ എനിക്ക് ടെൻ്റ് അടിച്ച് ഒരു ദിവസം താമസിക്കണം. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് ഭയങ്കര തണുപ്പാണ്. പറ്റുമെന്ന് എനിക്കറിയില്ല. ഇൻഷാല്ലാ മാക്സിമം നമുക്ക് നോക്കാം കേട്ടോ. ഒരാഗ്രഹം പറഞ്ഞു നോക്കാം. നമ്മളിപ്പോൾ പയ്യെ ഇങ്ങനെ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരെ കണ്ട് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഹായ്, आपका नाम क्या है ब्रो? कुबेर संग्राम. क्या? कुबेर संग्राम. आप किधर का है? मुगू डिस्ट्रिक्ट का है. अच्छा अच्छा. हाय हाय, कैसे हो आप? अच्छा हूँ. नाम क्या है आपका? मोहन बेटा.
മുൻപെട്ട ആ മുഗുക്കായ हम भी मुंह का ഇവിടുന്ന് വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ പ്രദേശമായിട്ട് കണ്ടുകൂട്ടിയ ഫുള്ള് മഞ്ഞാണ്. ഞങ്ങൾ പറയുന്നിട്ട് മഞ്ഞ് കളിക്കുന്നത് എന്നിട്ടാ കണ്ടില്ലേ. ഇപ്പോൾ മേളിലൊക്കെ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉരുകി പോയി. പിന്നെ ഒരുപാടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ കാറ്റ് വീശുമ്പോൾ. പിന്നെ എന്തായാലും നമുക്ക് പയ്യെ മുന്നോട്ട് പോവാം. നിങ്ങൾ റോഡ് നോക്കിയത് നമ്മൾ ഇപ്പം ഇറങ്ങി തന്നെയാട്ടാ. കാരണം ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ കേട്ടോ അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ പിടിച്ചാൽ ഇറങ്ങി തെന്നണ കൊണ്ടിടക്ക്. പിന്നെ ഇത് കണ്ടില്ല മരത്തിലൊക്കെ ഫുള്ള് മഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ പോകണ്ടില്ലേ. അടിപൊളിയാണ്ടാ. പിന്നെ വെയിലുണ്ട് കേട്ടാ. പിന്നെ ആ ഒരു മൗണ്ടനൊക്കെ നോക്കിയാൽ ഫുള്ള് ഇതാണ്ടാ, മഞ്ഞാണ് ഫുള്ള്. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടാ. നമ്മളെ ഇപ്പോൾ പാറയിലേക്ക് പോകണമെങ്കിൽ 3 പേരെ കണ്ടിട്ടാ. അരി വിശന്ന് വലഞ്ഞു വന്നതാണ്. നമ്മുടെ കുറച്ച് അരി ഇരിപ്പുണ്ടാകുന്ന ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടാ. ഭയങ്കര സന്തോഷം അവർക്ക്. ഹായ് कैसे हो गाना ठीक है आप किधर का है? हम सुर्खे से अच्छा तुम हमारे लिए गॉड हो गॉड नहीं आप खा लो मेरा। हाँ तो हम आने के बाद बहुत लोग भी हेल्प किया था, मतलब हम भी हेल्प करने हम स्नो में स्टक हुआ था, आप आकर हमको अच्छा याद आई, हमको उद्धार कर लिया, आपने रिवाइव कर लिया आपको। കാരണം നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുള്ളും മഞ്ഞ് കാര്യങ്ങളാണ്. കണ്ടില്ലേ ഈ റൂട്ടിലാണ് ഇവരെ കണ്ടത്. കാരണം നമ്മളായിട്ടൊരു സഹായം ചെയ്യാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷമുണ്ടാകും. കാരണം നമ്മൾ വന്നോക്കി ഒരുപാട് ആൾക്കാർ നമുക്ക് ഭക്ഷണവും അതേപോലെ താമസവും കാര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളായിട്ട് കഴിയാൻ പറ്റിയ ഒരു ചെറിയൊരു സഹായം ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം അത് ഞാൻ പറയണമെന്ന് തോന്നി വീഡിയോയിൽ. കാരണം നമുക്കത് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് പലരും നമുക്ക് തന്നത്. പക്ഷെ അത് നമ്മളൊന്ന് നമ്മുടെ ഒരു സന്തോഷം ഒന്ന് ഷെയർ ചെയ്തേണ്ട. എന്തായാലും ഒരു സന്തോഷത്തോടെ കഴിക്കട്ടെ നമ്മൾ. ഈ ഒരു വീഡിയോ ഇടാൻ കാരണമില്ല, സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് താമസിക്കാനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓരോ നാട്ടിലും, നേപ്പാൾ മാത്രമല്ല ഓരോ നാടുകളിലും. പക്ഷേ ഇതുവരെ നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരാൾക്ക് ഇതേപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ വിശന്ന് പട്ടിണി കിടന്ന്, അതായത് ഇവർ ഒരു നല്ല രീതിയിൽ വിശന്ന് ആകെ തളർന്ന് വീണാട്ടെ എൻ്റെ അടുത്തേക്ക് വന്നാൽ സങ്കടം വന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കണമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അപ്പോൾ എൻ്റെ ഒരു കുറച്ച് അരി ഇരിപ്പുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ചോറും ഉരുളക്കിഴങ്ങ് കറിയും വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചോറ് മാത്രമായിട്ടൊന്ന് പെട്ടെന്ന് വെച്ച് തരാമെന്ന് വെച്ച്. ചോറ് വെച്ചപ്പോൾ ഒരുപാട് ടൈം എടുത്തു. കാരണം ഈ ഇപ്പോൾ നമുക്കൊരു അടിയിൽ നിന്ന് വന്നൊരു അരിയാണ്, അത് ടൈം എടുക്കും നല്ലോണം കുക്കാകാൻ വേണ്ടി. നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന അരിയല്ല, അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇത് വേവ് കൂടുതലുള്ള അരിയാണ്, അപ്പോൾ വേവ് ഭയങ്കര രീതിയിൽ ടൈം എടുക്കും. അപ്പോൾ പാവങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയേട്ടാ ഭയങ്കര സന്തോഷം. കാരണം ഈ ഒരു പാത്രത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിൽ അരി ഇത്തിരി ഉണ്ടാകുന്നുള്ളൂ, ഉള്ള അരിയിലാണ് നമ്മൾ കൊടുത്തേട്ടാ. കാരണം നാഗ്മയിൽ വെച്ച് നമ്മുടെ ഒരു ദീദി വന്നില്ലേ, ആ അരിയാട്ടാ. അതൊക്കെ പകുതി ഞാൻ യൂസ് ചെയ്ത് ഇനി ഉണ്ടാകുന്ന പകുതിയാണ്ടാ, ആ പകുതിയാണ് അവർക്ക് വെച്ച് കൊടുത്തേട്ടാ. എന്തായാലും നമുക്കത് പറ്റിയല്ലോ, സന്തോഷം. ഞാൻ ഇപ്പോൾ വന്നോയ്ക്കൊന്ന് വീണട്ടാ, തെന്നി വീണതാ. കാരണം ഇതിൽ ഇറങ്ങി തള്ളിയതാണ്. കാരണം സ്ലിപ്പാണ്ട് മഞ്ഞാള. ഞാനിപ്പോൾ ഈ കൂടിയിരിക്കണ മഞ്ഞി കൂടെ എടുത്തിട്ടുണ്ട്, അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇതാകുമ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പാകാണ്ട് പ്രാവശ്യം തെന്നി വീഴട്ടാ. ഇനിയും തെന്നി വീഴാനുള്ളതാണ്. അങ്ങോട്ട് പോകട്ടെ. എന്തായാലും നമുക്ക് ഇന്ന് എവിടെയെങ്കിലും തങ്ങാനുള്ള സെറ്റപ്പും കൂടെ നോക്കണം. റാറേന്ന് എന്തായാലും നമുക്ക് തിരിച്ചിന്ന് പോകാൻ പറ്റൂല. എന്തായാലും റാറ കാണണം എന്ന് വിചാരിക്കണം. ടിക്കറ്റൊക്കെ ഉണ്ടെന്നാണ് പറയണത്, എത്രയെന്ന് അറിയില്ല കേട്ടോ. ഇവർ പറയണത് 100 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞു. 100 രൂപ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, 1000 രൂപയ്ക്ക് നമുക്ക് പണിയാവട്ടെ. കാരണം പുറത്തെ ആൾക്കാർക്ക് 1000 രൂപയ്ക്ക് ഇരിക്കും, അറിയില്ല, നോക്കാൻ. എന്തായാലും ഒരു പിടുത്തമില്ല. ഇപ്പോൾ ഒരു 4ാമത്തെ തവണയായിട്ട് നമ്മൾ സ്റ്റക്കായത് തെന്നി വീണത്. ഇപ്പോൾ ഒരു 4ാമത്തെ തവണയായിട്ടാ. സീനാണ് മോനെ, തെന്നണ്ടോ നല്ല രീതിയിൽ. ശരി, ഇതിൽ വണ്ടി വന്നു കൈ കാണിച്ച് നോക്കാൻ കേട്ടാ. നമ്മളിപ്പോൾ എത്ര തവണ തെന്നി വീണ. നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഏകദേശം ഐസിൻ്റെ റോഡ് കഴിഞ്ഞ് ഇനി ഇല്ലെന്ന് തോന്നണ്ട. ഇവിടെ നിന്ന് അങ്ങനെ കാണിക്കല്ല, അതാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. കാരണം ഇത്രയും ഐസാണ് റോഡ് ഫുള്ള്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 5:30. നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ മലയിലൊക്കെ കണ്ടില്ല, നല്ല മഞ്ഞ് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ കയറി കറങ്ങി ആ മേലിലേക്ക് കൂടെ ഉണ്ട്. അറാറ പോകണ്ട. ഇന്നെന്തായാലും എത്തുമെന്ന് തോന്നല്ല, അറിയില്ല, നോക്കണം. ഇപ്പം എന്താ പറയുക, പയ്യെ പോകട്ടെ. ഇവിടെ കുതിരയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുതിരയല്ല, ആടാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. പിള്ളേർ കുതിരപ്പുറത്തൊക്കെ പോകണുണ്ടായിരുന്നു.
നമ്മളങ്ങനെ മുഗുവിലെത്തിയാട്ടാ. അതായത് മുഗു ഡിസ്ട്രിക്റ്റിൽ പെട്ടതാണ് റാറ എന്ന് പറയണത്. നമ്മൾ ഇന്നലെ നിന്നത്, അതായത് ഇന്ന് രാവിലെ നമ്മൾ വന്നത് ജുംലയിലാണ് കേട്ടോ. അതായത് ജുംല ഡിസ്ട്രിക്റ്റിൽ പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പം ഇവിടെ താമസിക്കാൻ ഒരു സൗകര്യം കിട്ടി. എന്ത് പറയാനാ, കാരണം നമ്മൾ വന്ന വഴിക്ക് ഓരോ വീട്ടുകാരോട് ചോദിക്കും, കാരണം ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ ആരും തണുപ്പാണ്ട, ടെൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാരോട് ഞാൻ ചോദിക്കും. പലരും നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഹോട്ടലെടുക്കാൻ പോലെ. അവർ ഹോട്ടലെടുക്കാനുള്ള പൈസയൊന്നും ഇല്ല, നിങ്ങൾ എവിടെയെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അവസാനം അവർ നമുക്ക് താമസിക്കാൻ സൗകര്യം തരും. പിന്നെ അവർ ഭക്ഷണമൊക്കെ തരും കേട്ടോ. കാരണം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല, നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്, കാരണം ഭയങ്കര സപ്പോർട്ടാണ്. ഇന്നലെ തന്നെ കണ്ടില്ലേ അവന്മാരെന്ത് സപ്പോർട്ടാണ്. അവന്മാർ എനിക്ക് ഭക്ഷണം എന്നോട് ഇന്നലെ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാത്തതുണ്ട്, ചിക്കനൊക്കെ ഇരിപ്പുണ്ട്, ബിരിയാണി ഉണ്ടാക്കാൻ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല, അറിയാമെങ്കിൽ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിന് അതിൻ്റെ ഒരു കിടിലം വീഡിയോ ഇട്ടേനായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കറിയില്ല. അപ്പോൾ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ ഒരു കട നടത്തുന്നൊരു അങ്കിളും ആൻറ്റി ഉണ്ട്. അപ്പോൾ അവർ ഭക്ഷണം തന്ന്. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലം കിട്ടുമോ. അപ്പോൾ എല്ലാം ഒരു ഹോട്ടലൊന്നും വേണ്ട, റൂം വേണ്ട, എനിക്ക് റൂം ഉള്ള പൈസ ഇല്ല. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഭക്ഷണമൊക്കെ തന്നിട്ടാ. ഭക്ഷണം കഴിച്ച് ഇപ്പോൾ റൂമിൽ വന്നേക്കണേട്ടാ. റൂം ഞാൻ എന്തായാലും ഇതാണ് റൂം, കണ്ടില്ലേ, ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ, കാരണം ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിൾ അടിയിലാണ് വെച്ചേക്കണേ. അപ്പോൾ ഇത് മേളിലാണ് കേട്ടോ റൂം, കണ്ടില്ലേ, ചെറിയ റൂമാണ്, എന്നാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചു തരാം നല്ലോണം റൂം എങ്ങനെയാണ്. പിന്നെ അവരെ ഞാൻ പരിചയപ്പെടുത്തരാം നമുക്ക് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ഇട്ട് നമ്മൾ വന്നേക്കും നാളെ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നമ്മൾ റാറയിൽ പോവും. റാറിലേക്ക് കാണണം, കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് 100 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്കൊക്കെ എത്രയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തെങ്കിലും ഇതിൽ കാണണം, കാരണം കയ്യിൽ പൈസ ഇല്ല, എനിക്ക് യാത്ര ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുള്ളൂ. അപ്പോൾ ഈ റാറിലേക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും ദിവസം എടുത്ത് ഇവിടെ എത്തിയത്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അപാരം കഷ്ടപ്പെട്ടു കേട്ടോ. അതെങ്ങനെയും മാക്സിമം നമ്മൾ കാണണം എന്ന് ഞാൻ ഇങ്ങനെ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം. നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ വന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ.